നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പത്തനംതിട്ടയിൽ KSUവിന്റെ പ്രതിഷേധം. ഇപ്പോൾ പത്തനംതിട്ടയിൽ അവിടെ KSUവിന്റെ പ്രതിഷേധം ചെറിയ തോതിൽ സംഘർഷഭരിതമാകുന്നു എന്നാണ് തോന്നുന്നത്. പോലീസുമായി അവിടെ ഏറ്റുമുട്ടലുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഇന്നലെ ലോക്സഭയിലടക്കം ധർമ്മേന്ദ്ര പ്രധാൻ സത്യവാചകം ചൊല്ലാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ നീറ്റ് എന്ന പ്രതിപക്ഷം അവിടുന്ന് പ്രതിഷേധം മുഴക്കുന്നുണ്ടായിരുന്നു. ആ പ്രവേശന പരീക്ഷയോടെ വിശ്വാസത്തെ ചോർത്തി എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. KSU അതിൽ നീറ്റിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പോലീസ് തൂക്കിയെടുത്ത് വണ്ടി കയറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, എങ്ങോട്ടേക്കായിരുന്നു KSUവിന്റെ നീറ്റ് വിഷയത്തിലെ പ്രതിഷേധം? ഘട്ടത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് KSUവിന്റെ നേതൃത്വത്തിൽ നടന്നത്. എന്തായാലും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിനിടെ വലിയ തോതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല ഉണ്ടായി. അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറായില്ല. ശേഷമാണ് വീണ്ടും പത്തനംതിട്ട നഗരത്തിലേക്ക് KSU പ്രവർത്തകർ എത്തിയത്. നഗരത്തിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഡിവൈഡറുകൾ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലപ്രയോഗം നടന്നത്. എന്നാലും പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെൺകുട്ടികളടക്കമുള്ള ആളുകൾ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് വരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ആക്ഷൻ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20ഓളം വരുന്ന KSU പ്രവർത്തകരാണ് റോഡ് ഉപരോധം നടത്തിയത്. ആ റോഡ് ഉപരോധത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നത്. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് വലിച്ചടച്ചു എന്ന ആക്ഷേപം ഈ ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുന്നുണ്ട്. 2 വനിതാ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ റോഡിലൂടെ വലിച്ചടച്ചു എന്നൊരു ആക്ഷേപം KSU പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. നീറ്റ് പരീക്ഷ അത്ര നീറ്റല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഒരു സമരം അവർ നടത്തിയത്. എന്തായാലും പോലീസ് സ്റ്റേഷനകത്തും പ്രതിഷേധിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അവർ അറിയിക്കുന്നുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിളിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടന്നത്. അഷ്മി, ഇപ്പോഴും അവരെ ചെയ്ത് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ പ്രതീക്ഷാപൂർവ്വം രാപ്പകൽ കാത്തിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് വളരെ പ്രതീക്ഷയോടെ സുരക്ഷിതം എന്ന് കരുതുന്ന ഒരു പരീക്ഷയാണ്. അത്തരത്തിൽ ക്രമക്കേടുണ്ട്, അത്തരത്തിൽ മര്യാദകേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നത്. ആ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. KSUവിന്റെ പ്രതിഷേധം പത്തനംതിട്ടയിൽ നടക്കുകയായിരുന്നു.